ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട ശൈഖന കട്ടിപ്പാറ ഉസ്താദ് ഈ വിനീതന്റെ ഗുരുനാഥനാണ്, ഉസ്താദാണ്. 3 വർഷത്തോളം ഉസ്താദിന്റെ ദർസിൽ ഇൽമു പഠിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉള്ളവനെ തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതോടൊപ്പം തന്നെ ഉസ്താദിന്റെ സ്വദേശമാകുന്ന കട്ടിപ്പാറ എന്ന് പറയുന്നത് കാന്തപുരത്തിന്റെ തൊട്ടടുത്തുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത കാരണത്താൽ ഉസ്താദ് അവറുകളെ ഇടയ്ക്കിടയ്ക്ക് കാണാനും പല പരിപാടികളിൽ വെച്ച് ബന്ധപ്പെടാനും സംസാരിക്കാനും മഹലിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാനൊക്കെ ഉസ്താദ് പലപ്പോഴായി വരികയും അങ്ങനെ ജീവിതകാലത്ത് വലിയ അഭേദ്യമായ ബന്ധം ഉസ്താദുമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന വല്യാപ്പള്ളി ഉസ്താദിന്റെ ഖാദിമായിരുന്നു. ഉസ്താദിന്റെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കട്ടിപ്പാറ ഉസ്താദിന്റെ റൂം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ റൂമിലേക്ക് പലപ്പോഴായി പോവാനും ഉസ്താദിന് വേണ്ടി ഖിദ്മത്ത് എടുക്കാനുമുള്ള വലിയൊരു ഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായും അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളുടെ നേതൃത്വമായും ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ വൈസ് പ്രസിഡന്റായും അതുപോലെ തന്നെ സീനിയർ മുദരിസായും ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദിന്റെ വലങ്കായായും ഇന്ന് നമ്മളത് എല്ലാവരിൽ പറയുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മർക്കസിൽ നിന്ന് 8 മണിക്ക് ജനാസ നിസ്കാരം കഴിഞ്ഞ് ജനാസ മറവ് ചെയ്യുന്ന കട്ടിപ്പാറ ചമ്രമുണ്ടയിലേക്ക് ഉസ്താദ് വരികയും ജനാസ മറവ് ചെയ്യുന്നത് വരെ ഉസ്താദ് അവറുകൾ അവിടെ നിൽക്കുകയും അതിനൊക്കെ സാക്ഷിയാവുകയും ചെയ്തു എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളുടെ ഹൃദയാന്തരങ്ങളിൽ എത്ര വലിയ സ്വാധീനമാണ് ആ ഉസ്താദ് ഉണ്ടാക്കി തീർത്തത്. മാത്രവുമല്ല ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ഒരു വലങ്കയായിരുന്നു എന്ന് തന്നെ പറയാം. അത്രമാത്രം അവരഭേദ്യമായ വലിയ ബന്ധങ്ങളായിരുന്നു. പലപ്പോഴായി നമ്മൾ തന്നെ എന്ത് ചർച്ചകളുണ്ടെങ്കിലും എന്ത് പരിപാടികളുണ്ടെങ്കിലും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ശൈഖുന കട്ടിപ്പാറ ഉസ്താദിന്റെ സംസാരങ്ങൾക്കും ഉസ്താദിന്റെ വർത്തമാനങ്ങൾക്കുമെല്ലാം വലിയ പരിഗണന ശൈഖുന എ.പി. ഉസ്താദ് കൊടുക്കുന്നതായി പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം അഭേദ്യമായ ബന്ധമായിരുന്നു അവരുടെ എല്ലാ വിഷയങ്ങളിലും അവരങ്ങോട്ടൊരു ജ്യേഷ്ഠ അനുജനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധമുള്ളവരായി ജീവിച്ചവരായിരുന്നു അവര്. അല്ലാഹുവേ, ശൈഖുന ഉസ്താദ് അവറുകളുടെ ജനാസ നിസ്കാരങ്ങളിലും അതുപോലെ ഉസ്താദിന്റെ ജനാസ മറവ് ചെയ്യുന്ന കർമ്മങ്ങളിലുമെല്ലാം പങ്കെടുക്കണമെന്ന വലിയ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വളരെ വിദൂരത്താണ് നമ്മളുള്ളത്, കർണാടകയുടെ വേറൊരു മൂലയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും ഓടിയെത്തുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് നമുക്ക് പോകാൻ കഴിയാതിരുന്നത്. ഏതായിരുന്നാലും ധാരാളം ആളുകൾ ഉസ്താദ് അവറുകളുടെ പേരിൽ തഹ്ലീലുകളും യാസീനുകളും ഖുർആനുകളും ദിക്റുകളും ഒക്കെ ചൊല്ലിപ്പിക്കാൻ അൽഹംദുലില്ലാ ഈ മഹത്തായ മജ്ലിസ് ഒരു കാരണമായി എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശൈഖുന കട്ടിപ്പാറ ഉസ്താദിന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. എല്ലാ സന്തോഷവും ഉസ്താദിന് ഖബറിൽ നീ നൽകണേ റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ അല്ലാ. ഞാൻ ഉസ്താദ് വഫാത്തായപ്പോഴാണ് ഉസ്താദിനെ കുറിച്ച് മജീദ് പുത്തൂർ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം എഴുതിയ ഒരു എഴുത്ത് കാണുന്നത്. ആ എഴുത്ത് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോ ആ എഴുത്തിൽ കാണാനിടയായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ജീവിതവും അതോടൊപ്പം ഉസ്താദ് അവറുകൾ ദർസിൽ പഠിച്ചതും ഉസ്താദിന്റെ എ.പി. ഉസ്താദ് ുള്ള ബന്ധങ്ങളും എല്ലാം ആ കുറിപ്പിൽ ചെറിയ രൂപത്തിൽ വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ടത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ അനുജനായ അതെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ധീരനായ പടനായകനായിരുന്ന ബഹുമാനപ്പെട്ട ഇ.കെ. അസം മുസ്ലിയാർ ആ മഹാനവറുകളുടെ ദർസിലായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഓതിപ്പഠിച്ചിരുന്നത്. ആ പഠനത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അഥവാ ഇ.കെ. അസം മുസ്ലിയാർ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ വിദഅത്തിന്റെ കക്ഷികളുമായുള്ള
തർക്കവിതർക്കങ്ങളിലും അതുപോലെയുള്ള ഖണ്ഡന മണ്ഡലങ്ങളിലുമൊക്കെ പ്രഭാഷണങ്ങൾക്കുമൊക്കെ യാത്ര പോകുമ്പോൾ ആ യാത്രകൾക്കിടയിൽ ഉസ്താദിനെയായിരുന്നു ദർസ് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നതെന്നും ഉസ്താദ് അവറുകൾക്ക് ആ ദർസ് ഏറ്റെടുക്കലും അത് കുട്ടികളെ പഠിപ്പിക്കലും വലിയ ഭാരമാവുന്ന ഒരു ഘട്ടമുണ്ടായപ്പോ ബഹുമാനപ്പെട്ട ഇ.കെ. അസം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ആ മഹാനവറുകളുടെ സമ്മതത്തോടുകൂടെ മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദർസിൽ ചേരുകയുണ്ടായി. ആ ദർസിൽ ഉസ്താദ് ഒരു കുറഞ്ഞ 6-8 മാസത്തോളം ആ ദർസിൽ ഉസ്താദ് പഠിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അന്ന് ആ ദർസ് അവിടെ നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന പി.എ. അഹ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ശൈഖുന കുമ്പോൽ ഉസ്താദ് അവറുകളായിരുന്നു. കുമ്പോൽ ഉസ്താദ് നമ്മുടെ ഉപ്പാപ്പയാണ്, അഥവാ ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയാണ്. വലിയ പണ്ഡിതനായിരുന്നു. താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ശൈഖുന പി.എ. ഉസ്താദ്. ആ മഹാനായ ശൈഖുന കുമ്പോൽ ഉസ്താദിന്റെ ദർസിൽ ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ് പഠിച്ചിരുന്നു എന്ന കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിനോട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ആ ദർസിന്റെ വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നൊക്കെ വലിയൊരു ആഗ്രഹം ഇപ്പോൾ ഖൽബിൽ ഉണ്ടായി. പക്ഷേ അതൊക്കെ കഴിഞ്ഞുപോയി. എല്ലാം ഒട്ടേച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഉസ്താദ് യാത്രയായി. അള്ളാഹുവേ, ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഉസ്താദിനിക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും അള്ളാഹുവേ ഉസ്താദിന്റെ ഖബറിൽ നീ നൽകണേ അല്ലാ. 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് കട്ടിപ്പാറ എന്ന് പറയുന്ന നാടിൽ ഒരുമിച്ച് കൂടിയത്. ആ 10,000-കണക്കിന് വരുന്ന മുതഅല്ലിമീങ്ങളും അബാലവൃദ്ധം വരുന്ന നല്ലവരായ ഒരുപാട് ജനങ്ങള്, ഉസ്താദ് അവറുകൾ സ്നേഹിക്കുന്നവർ, ആ നാട് മുഴുവനും തേങ്ങിയ വല്ലാത്തൊരു മരണത്തിനാണ് ഇന്നത്തെ പവിത്രമായ രാത്രി സാക്ഷ്യം വഹിച്ചത്. ഉസ്താദിന്റെ മരണം തന്നെ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തിങ്കളാഴ്ച രാവിലായിരുന്നു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. സുബഹിയോടടുത്ത സമയത്താണ് ഉസ്താദ് അവറുകൾ തിങ്കളാഴ്ച രാവിൽ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഏറ്റവും പുണ്യമേറിയ രാത്രി, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയം രാത്രി. മാഷാ അല്ലാഹ്, അതോടൊപ്പം ഇന്നലത്തെ രാത്രിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. അഥവാ സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഔലിയാക്കളുടെ നേതാവായ ആ വലിയ മഹാപ്രതിഭാശാലിയെ ലോകമനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന അവരുടെ ആണ്ടിന്റെ രാവ് കൂടിയായിരുന്നു ഇന്നലത്തെ രാവ്. ആ രാവിൽ കൂടിയാണ് ഉസ്താദ് അവറുകൾ ലോകത്തോട് വിട പറഞ്ഞത് എന്നത്. ഉസ്താദ് അവറുകൾ വർഷങ്ങളോളം അള്ളാഹുവിന്റെ ദീനിന് നേതൃത്വം നൽകുകയും പരിശുദ്ധമായ ദീനിന്റെ ഷിയാറുകളും ഉലൂമകളുമായി ബന്ധപ്പെടുകയും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും അങ്ങനെ എല്ലാ നിലക്കും ഒരു വലിയ മഹാ ആലിമായി ജീവിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ പ്രകടമായ നാഥനായ റബ്ബ് കൊടുത്ത സമ്മാനമായി നമ്മൾ അതിനെയൊക്കെ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിനെ നീ ഖബറിൽ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഈ നിമിഷം ഉസ്താദ് ഖബറിലാണ്. യാ അല്ലാഹ്, ഉസ്താദിന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും ഉസ്താദിന് ഖബറിൽ നീ നൽകണേ റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ അല്ലാഹ്. ഉസ്താദ് ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും ഞങ്ങളെ പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ഖബറിൽ നീ ഒരു നേരം പോക്കാക്കി കൊടുക്കണേ റഹ്മാനെ. തിങ്കളാഴ്ച ദിവസം മരിക്കുന്നവരുടെ മഹത്വം പറയുന്ന ബാബ് എന്ന പേരിൽ ഒരു ബാബ് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ആ രാവിന് പ്രത്യേകതയുണ്ടായത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ബാബ് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കൊടുത്തത് എങ്കിൽ, അല്ലാഹുവേ, തിങ്കളാഴ്ച ദിവസം മരിക്കുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങൾ മുഴുവനും ഞങ്ങളെ ഉസ്താദിന് ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദിന് ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദിന് ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒരു വേദനയോ ഖബറിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ഓതിയ ഖുർആനുകളും ദിക്റുകളും
സ്വലാത്തുകളും ഇനി ചൊല്ലാൻ പോകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്റിന്റെ മുന്തിയ മിസ്ലു സവാബും എല്ലാം ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന, ഞങ്ങളേറെ ഇഷ്ടപ്പെട്ട, ഞങ്ങളെ ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് കാണുമ്പോഴെല്ലാം ഞങ്ങളോട് പുഞ്ചിരിക്കുന്ന പൂമുഖവുമായി ഞങ്ങളെ സ്വീകരിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ്, ആ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹുവേ ഉസ്താദ് അവർക്ക് ഖബറിൽ നീ നൽകണേ റഹ്മാനെ. ഉസ്താദ് അവർ അവസാനമായി നടത്തിയ പ്രഭാഷണവും എത്ര മാധുര്യമുള്ള പ്രഭാഷണമാണ്, എത്രമാത്രം മനസ്സിനെ ആകർഷിക്കുന്ന ഒരു പ്രഭാഷണമാണ് ഉസ്താദ് അവർ അവസാനമായി നടത്തിയത്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഈമാനികമായ മരണത്തെക്കുറിച്ചുള്ള പറച്ചിലുകൾ, എൻ്റെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദ്വാരക്കണമെന്നുള്ള വളരെ വിനയാന്വിതമായ ഉസ്താദിന്റെ അഭ്യർത്ഥനകള്, അതോടൊപ്പം തന്നെ ഉസ്താദ് അവരുടെ ജീവിതകാലത്ത് നാടിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ കുറിച്ചുള്ള അനുഗ്രഹീതമായ ഓർമ്മപ്പെടുത്തലുകൾ, ഉസ്താദ് ഓർത്തമല്ലാത്ത അനുഗ്രഹീതമായ പ്രഭാഷണം. മാഷാ അല്ലാഹ്, ഞാനത് പൂർണ്ണമായി കേട്ടു. ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയാണ് എനിക്ക് ഉസ്താദ് അവറുകൾ അവസാനമായി നടത്തിയ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ പ്രഭാഷണം ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാം ഒരുങ്ങി നേരത്തെ തന്നെ കരുതി വെച്ച് സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് മരിക്കണം മക്കളെ, അതാണ് ഹഖ്, അതല്ലാത്തതെല്ലാം ബാത്തിലാണ് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഉസ്താദ് അവരുടെ പ്രഭാഷണം തീർച്ചയായും ഒരു വിടവാങ്ങൽ പ്രഭാഷണം തന്നെയായിരുന്നു. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദിനെ ഒരു വിഷമവും ഖബറിൽ നീ നൽകല്ലേ അല്ലാ. എല്ലാവരും ചൊല്ലണം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.